മക്കളെങ്ങനെയാണ് ചെന്ന് കഴിഞ്ഞാൽ ആടുകളെ മാർക്കറ്റ് കേട്ടോ. നമ്മളെ ചെമ്മരിയാടിൻ്റെ അതേ മരുന്നിൻ്റെ കളറൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. സംഭവം ആട് നോക്കാൻ നല്ല സൂപ്പർ ആട് അല്ലേ. ഇങ്ങനെ ഇത് രോമം നോക്കാൻ നല്ല സൂപ്പറായിട്ടുണ്ട്. ഞാൻ ഈ കളർ ക്യൂം ഡാലാ ബെന്നൂർ ബെന്നൂർ ഓക്കെ. എന്താ പേര് ബെന്നൂർ എന്നാണ് പറഞ്ഞത്, നമുക്ക് മനസ്സിലായില്ല. അതിനിടയ്ക്ക് ഒരു ചങ്ങായി ഇതാ ആടും കുട്ടിയും കൂടെ ചക്കിയും പിടിച്ചിട്ട് നടക്കും കേട്ടോ. ആടിൻ്റെ മാർക്കറ്റ് കണ്ടോളി. ഇതെല്ലാ ആടുകളും അത് അവിടെ പിടിച്ചു വെക്കുന്നുണ്ട്. ഇവിടെ കച്ചവടമാണ്. കച്ചവടം മുറിഞ്ഞിട്ടില്ല. അപ്പോൾ വലിച്ചു കൊണ്ടുപോയപ്പോൾ അതിനനുസരിച്ചുള്ള തിരക്കാണ് കാണുന്നത് കേട്ടാ. നമ്മൾ അടുത്ത മാതിരി തന്നെ കച്ചവടങ്ങളൊക്കെ അത് മുറിയാഞ്ഞാൽ പിന്നെ അത് ആണ്ടും കണ്ടും തിരക്കാണതാ. മെച്ചം പിടിച്ച് വലിച്ച് ഞാൻ ചോദിച്ചു പറഞ്ഞ അധിക ദിവസങ്ങളുണ്ടാവും. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് കൂടുതൽ ഉണ്ടാവുക ഇവിടെ ഈ ആടുകൾ. എല്ലാ ദിവസവും ഈ ആടും കച്ചവടമൊക്കെ ഉണ്ടാവും. ആടിനെ കൂട്ടിലാക്കിക്കണം നോക്കി പോവാതിരിക്കാൻ ഒരു കള്ളിയും വെച്ചിട്ട്. ഇത് നമ്മളെ നാട്ടാട്. അപ്പം നമ്മൾ ഈ മാർക്കറ്റ് നിങ്ങൾക്ക് നമ്മൾ പരിചയപ്പെടുത്തി തരികയാണ്. നമ്മുടെ ആട് പ്രേമികൾക്കൊക്കെ ഇതൊരു എന്താ പറയുക, കാണുമ്പോൾ ഒരു കൗതുകം. ആട് പ്രേമികൾക്ക് മാത്രമല്ല എല്ലാ ആളുകൾക്കും ഇതൊരു കാണുമ്പോൾ ഒരു കൗതുകാട്ടോ. നോക്കൂ ഈ ആടിൻ്റെ ഒരു എന്തായാലും ഭംഗി. സാധാരണ നമ്മൾ എന്തതിന് പറയാം, പട്ടണമാട് എന്നൊക്കെ പറയേണ്ടി വരും. പലരും പല പേരാണ് പറഞ്ഞത്, നമുക്കറിയില്ല. നമ്മളെ നാടനാട് ഇത് അവിടെ കാണുന്നു കേട്ടോ. നാടനാട് ഇതാ കാണുന്നു. പിന്നെ അതാ ഇവിടെ നമ്മൾ ഓരോരുത്തർ ചോദിച്ചാൽ ഇവര് അതൊക്കെ പറഞ്ഞത് എന്താണ്, കന്നഡയാണ് പറയണത്. പക്ഷേ എന്താണ് നമുക്കൊന്ന് കൂടുതൽ സംസാരിക്കാൻ അറിയില്ല. ഇവിടെ പാല് വീഞ്ഞുണ്ടാക്കുന്നു, നല്ല പാലിലാടാൻ തോന്നുന്നു. ഓ എമ്മാതിരി കൂറ്റം നോക്കി വലിപ്പം നോക്കാണേ. എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മാർക്കറ്റ് പറഞ്ഞാൽ എന്താണ് നാടനാടിൻ്റെ മാതിരി കണ്ടിട്ട്. ഇവിടെ നമ്മുടെ നാടനാടിൻ്റെ ഒരു കൂട്ടാണ് പറഞ്ഞു കേട്ടോ. അതേമാതിരി കാണുന്ന പേരിക്കറിയില്ല. അവിടെ പുള്ളിയും കുത്തുള്ള മിലിറ്ററിൻ്റെ ഒരു ആടാ. മിലിറ്ററി കളർ മോഡലുണ്ട് കേട്ടോ. പുള്ളിയും കുത്തൊക്കെ ഉള്ളത് മിലിറ്ററിൻ്റെ അതേമാതിരി ഡ്രസ്സ് മോഡലുള്ള ഒരു ആടുക. അപ്പോൾ നമുക്കിതൊരു കൗതുകം തോന്നിയപ്പോൾ ഒരു വീഡിയോ എടുത്ത് വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. നല്ല ഈ ഒരു മാർക്കറ്റ് കാണാനുള്ളൊരു ആ ഒരു കൗതുകം നമ്മളിങ്ങനെ ഇൻകേസ് നമ്മൾ പോകുമ്പോൾ കണ്ടതാട്ടോ. നമ്മളെ കണ്ണിൽ ഇങ്ങനത്തെ ഒക്കെ പെടുമല്ലോ. കാരണം ഈ പെറ്റ്സിനെ വളർത്തുന്ന ആളുകളൊക്കെ പെറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ മാർക്കറ്റ് കണ്ടപ്പോൾ എന്തായാലും ഇറങ്ങും. ഇത് എന്താടാന്നറിയില്ല. ഇതിൻ്റെ കൊമ്പ് നോക്കിയിട്ടോ, പുള്ളിമാൻ്റെ മാതിരി മാനാടാന്ന് തോന്നുന്നു കേട്ടാ. മാൻ്റെ കൊമ്പിൻ്റെ മാതിരി ഇങ്ങനെ ചുരുണ്ടിട്ട് ഇങ്ങനെ കൊമ്പ് കേട്ടാ. ഈ കൊമ്പ് നോക്കി, ഒരു പൈസ ഉണ്ട്. ഇന്ന് കച്ചവടം ഭയങ്കര ഹാപ്പിയിലാന്ന് തോന്നുന്നു, നല്ല പൈസ ഉണ്ട്. അപ്പം ഇതിൻ്റെ പേര് കാട്ടാവടി എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇതാ ഈ ആടിൻ്റെ പേര് കാട്ടാവടി ആട്. ഇതാണ് കാട്ടാവടി ആട് കേട്ടോ. അത് കാട്ടാവടി ആടിനെ കാണാത്തവരിനെ കണ്ടോളി. കാട്ടാവടി ആട് ഇതാ, ഇത് കാട്ടാവടി. അതുപോലെ തന്നെ ഇതാ ഇതും പേര് കാട്ടാവടി എന്നാണ് നമ്മൾ പറഞ്ഞത്. പല ഭാഷയിൽ നമ്മളെ ഭാഷയിൽ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്താ ഭയങ്കര കൂറ്റം നിൽക്കുന്നുണ്ട് കേട്ടോ. വന്നു കഴിഞ്ഞാൽ പിടിച്ച പുട്ടം വിടും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ആടിൻ്റെ മാർക്കറ്റുള്ളത്. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ കണ്ടവർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് കൊടുക്കണേ മക്കളെ. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. കൂടെ കൂടിക്കോളി. ഇതുപോലത്തെ ഓരോ വ്യത്യസ്തമായ വീഡിയോകളൊക്കെ നമ്മൾ ഇങ്ങനെ കാണിക്കും. അതുപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോ ആദ്യം കാണുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒന്ന് ബെല്ലൈക്കൺ എന്ന് എനേബിൾ ചെയ്തിട്ട് അതുപോലെ തന്നെ വീഡിയോകൾ, പെറ്റ്സിൻ്റെ വീഡിയോകൾ, അതുപോലെ തന്നെ എല്ലാ സകല വീഡിയോകൾ നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താളി, ഒന്ന് ഫോളോ ചെയ്താളി. ഫേസ്ബുക്കിൽ യൂട്യൂബിലും സബ്സ്ക്രൈബ് ചെയ്താളി. അതുപോലെ ലൈക്കൊക്കെ കൊടുത്താളി. എല്ലാവർക്കും ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തോളി. നമ്മൾ ആട്, കോഴി, പ്രാവ്, കാർഷികമായിട്ട് എന്ത് വീഡിയോ എടുക്കാണ്ടെങ്കിലും വിളിച്ചോളി. നമ്മളിതുപോലെ തന്നെ സമൂസൻ്റെ കച്ചവടം, നമ്മളിതുപോലെ തന്നെ വീഡിയോകൾ നമ്മൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളത് കേട്ടോ. അപ്പം ഇനി ഇവിടെ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.